സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ റിസൾട്ട് ഇതേ അങ്ങനെ ഇന്നലെ വന്നു. ഇന്നലെ ആ ഒരു റിസൾട്ട് വന്നിട്ട് മെയിൻ ലിസ്റ്റിൽ കയറിയ എൻ്റെ ഒരു സ്റ്റുഡന്റ് എനിക്ക് അയച്ച മെസ്സേജ് ആണിത്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ കുട്ടി പറയണത് ശരിയാണ്. അന്ന് എല്ലാവരും ഭയങ്കര ഡൗട്ടിലായിരുന്നു. ഒന്നാമതേ പ്രിലിംസ് റിസൾട്ട് വരുമ്പോ അത് കയറുമോന്ന് പോലും അവർക്ക് ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പഠിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് വിചാരിച്ച ഒരു കൂട്ടം ആൾക്കാരായിരുന്നു എൻ്റെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. കാരണം 2 മാസമേ ബാക്കിയുള്ളൂ. ഇതൊക്കെ പഠിച്ചെടുത്ത് ഒരു മെയിൻ ലിസ്റ്റിൽ, അത് ഒരു വർഷമൊക്കെ ആയിട്ട് പഠിക്കണവരുടെ കൂടെ ഒക്കെ കോമ്പീറ്റ് ചെയ്തിട്ട് മെയിൻ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് ഞങ്ങൾക്ക് പറ്റുമോ, ജോലി നേടാൻ പറ്റുമോ, ഇനി പഠിക്കണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. കാരണം ജസ്റ്റിന് കയറി വന്നതാണ്. ഇനിയിപ്പോ ഇത്രയും നാളുള്ള പഠനമൊന്നും ഇല്ലാണ്ട് ഇനി എങ്ങനെയാണ് ഞങ്ങള് റാങ്ക് അടിക്കാൻ പോണെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. കുറെ പേര് ഞാൻ റാങ്ക് അടിപ്പിച്ച് തരുമെന്ന് പറഞ്ഞപ്പോഴും എന്നെ എതിർത്ത് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു. യൂട്യൂബിൽ നിങ്ങൾ മിക്കവാറും കമന്റ് കണ്ടിട്ടുണ്ടാവും, ഇവനെ കൊണ്ടൊന്നും മെയിൻസ് അടിപ്പിക്കാൻ പറ്റില്ല, ഇവനൊക്കെ പ്രിലിംസ് അടിപ്പിക്കാനേ പറ്റുള്ളൂ, മെയിൻസ് അടിക്കണമെങ്കിൽ കൊല കൊമ്പന്മാരുടെ അടുത്ത് പോകണം എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ വാക്കുകളിലൊന്നും അല്ല ഞാൻ അടിയുറച്ച് വിശ്വസിച്ചത്. റിസൾട്ട് വന്നു കഴിയുമ്പോൾ മെയിൻ ലിസ്റ്റിൽ വന്ന എൻ്റെ പിള്ളേർ ഇങ്ങനെ റിസൾട്ട് എനിക്ക് അയച്ചു തരും എന്നുള്ളതിലാണ് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചത്. ആൻഡ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു. ദേ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 5 ലക്ഷം പേര് എഴുതിയ പരീക്ഷയില് 922 പേരാണ് ക്വാളിഫൈ ചെയ്തത്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 20,000, 30,000, 40,000 കുട്ടികളൊക്കെ അവർ വാരി വലിച്ചു കയറ്റി എന്തെന്നോ പോലത്തെ ഒരു കോച്ചിങ് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ റിസൾട്ട് വന്നപ്പോ 5 ലക്ഷം പേരിൽ 922 പേര് മാത്രം മെയിൻ ലിസ്റ്റിൽ കയറി. 500-ൽ ഒരാൾ മാത്രം. ആ ഒരു ലിസ്റ്റില് എന്റെ ബാച്ചിൽ ഈ അവസാന സമയം പഠിച്ചവരിൽ നിന്ന് എത്ര പേര് കയറിയെന്നറിയോ? 10-ൽ ഒരാള് ആ ലിസ്റ്റിലുണ്ട്. കിട്ടില്ല, പറ്റില്ല, പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരിൽ നിന്ന്, സ്വയമേ വിശ്വാസം ഇല്ലാതിരുന്നവരിൽ നിന്ന് ഞാൻ നേടിയെടുത്തത് 10-ൽ ഒരാളെ ആ ഒരു മെയിൻ ലിസ്റ്റിലാണ്. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ചുറ്റുമുള്ളവർ നിങ്ങളെ കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. ആ വിശ്വാസം വെച്ച് മുന്നോട്ട് പോയാൽ മതി. ഞാൻ പോയി ആൻഡ് നമ്മുടെ ബാച്ച് 10-ൽ ഒരാളെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ലേറ്റ് ബാച്ചിൽ നിന്ന് ഇത്രയും മികച്ചൊരു വിജയം നേടാൻ പറ്റുമെങ്കിൽ ഇനി വരുന്ന ലോങ് ടേം ബാച്ചിൽ നമുക്ക് എന്തൊരു വലിയ വിജയമാണ് വരാൻ പോണത്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഈ പറയണത് പ്രോപ്പർ ആയിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ എഴുതി വെച്ചോ. എന്റെ ബാച്ചിൽ പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഓരോരുത്തരും റാങ്ക് ലിസ്റ്റിൽ എത്തിയിരിക്കും. ഒരാൾ പോലും റാങ്ക് ലിസ്റ്റിൽ എത്താതെ പോവില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കും. ഇതെന്റെ വാക്കാണ്. അപ്പോ ഇത്രയും പേരെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചതിന് ശേഷം അവരെ ഇന്റർവ്യൂവിന് വെറുതെ വിടാൻ പറ്റുമോ? ഇന്റർവ്യൂവിന് ഒരു അടിപൊളി പ്രോഗ്രാം തന്നെ വെക്കണ്ടേ? ഇപ്പൊ നിങ്ങൾ ലേറ്റ് ആയിട്ട് അറിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഒരു അടിപൊളി AI പവേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം. ഇവിടുത്തെ ട്രഡീഷണൽ പഠന രീതികളെ മൊത്തത്തിൽ തച്ചുടച്ച് ഏറ്റവും മികച്ച ഒരു പഠന രീതി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെവിടെയും കാണുന്ന പോലെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, AI പവേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഗൈഡൻസ് ആണ്. ഈ പോസ്റ്റിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലെ അവസാനത്തെ ചൂടാണിത്. ഈ ചുവട് ഏറ്റവും മികച്ചതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ, 20 മാർക്കിലാണ് നിങ്ങൾക്ക് ഇന്റർവ്യൂ വരാൻ പോണേ. അതില് ടോപ്പ് കിട്ടുന്ന വ്യക്തിയും ലാസ്റ്റ് കിട്ടുന്ന വ്യക്തിയും തമ്മിൽ 4 മാർക്കിന്റെ ഡിഫറൻസ് വരും. 1 മാർക്ക് വരെ നിങ്ങളുടെ ജോലിയെ ബാധിക്കാം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പോ ആ ഒരു ടോപ്പ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം. നിങ്ങൾക്ക് അവിടെ ഒരു ബയോഡാറ്റ ഫില്ല് ചെയ്യാനുണ്ടാവും. ഈ ബയോഡാറ്റ എങ്ങനെ ഫില്ല് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്റർവ്യൂവിലെ ഏറ്റവും നല്ല ചോദ്യങ്ങൾ വരുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പല വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ടാവും ട്രാൻസ്ക്രിപ്റ്റുകൾ. നമ്മളുടെ LSGI പരീക്ഷയ്ക്കൊക്കെ ഇന്റർവ്യൂവിൽ ചോദിച്ചതുപോലെയുള്ള ട്രാൻസ്ക്രിപ്റ്റുകളെ കുറിച്ച്. ഈ ട്രാൻസ്ക്രിപ്റ്റുകൾ വെറുതെ ഒപ്പിച്ച് വെക്കല്ല, നിങ്ങൾക്ക് AI-യുടെ സഹായത്തോടു കൂടെ ഈ ട്രാൻസ്ക്രിപ്റ്റുകളെ പഠിച്ച് എങ്ങനെയായിരിക്കും പാനലുകൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുക എന്ന് പ്രോപ്പർ ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം നടത്തണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ ആണ് കുറവെങ്കിൽ നിങ്ങളൊന്ന് നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ ഉള്ളത്. ആ 2 മാസത്തെ പ്രിപ്പറേഷൻ കൊണ്ട് റാങ്ക് അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ എന്റെ ബാച്ചിലെ ഓരോ സ്റ്റുഡൻസിനോടും റാങ്ക് അടിക്കാൻ കഴിഞ്ഞിരിക്കും, നിങ്ങൾ റാങ്ക് നേടിയിരിക്കും എന്ന് പറഞ്ഞ് വിശ്വാസം കൊടുത്ത് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളോട് പറയണത് നിങ്ങൾ റാങ്ക് അടിച്ചിരിക്കും, ടോപ്പ് സ്കോർ നിങ്ങൾ ഇന്റർവ്യൂവിൽ നേടിയിരിക്കും. ഇത് നമ്മുടെ ബാച്ചിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഫ്രീ ആണ്. നിങ്ങൾ ബാച്ചിൽ ഇല്ലാതിരുന്നവരാണെങ്കിൽ നിങ്ങൾ വെറും 500 എന്നുള്ള പേയ്മെന്റ് മാത്രം നൽകിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസോഴ്സസ് ആൻഡ്
എന്റെ പേഴ്സണൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെറുതെ പേരിനൊരു ഗൈഡൻസ് അല്ല, നിങ്ങളെ എല്ലാവരെയും അടുത്തറിഞ്ഞ് ഗൈഡ് ചെയ്യുന്ന ഒരു മെന്ററെ ലഭിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇനിയും കളിയാക്കാനും കുറ്റം പറയാനും ഇതൊന്നും നമ്മളെയും കൊണ്ട് നടക്കില്ല എന്ന് പറയാനും ആൾക്കാരുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെ കളിയാക്കുന്നോടാ. ബാക്കി ഞാൻ പറയണില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇന്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ ഇന്റർവ്യൂവിലെ ടോപ്പ് മാർക്ക് ഉറപ്പിച്ചോളൂ. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.